Good morning all. അപ്പോൾ ഇന്ന് നമുക്ക് ടോട്ടൽ പ്രഷർ ആൻഡ് സെന്റർ ഓഫ് പ്രഷർ ഓൺ വെർട്ടിക്കൽ പ്ലെയിൻ എന്നുള്ള ടോപ്പിക്കിന്റെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പ്രോബ്ലം എല്ലാവരും നോട്ട് ചെയ്തോളൂ. എ റെക്ടാങ്കുലർ പ്ലെയിൻ സർഫസ് is 2 meter wide and 3 meter deep. A rectangular plane surface is 2 meter wide and 3 meter deep. It lies in a vertical plane. In water. It lies in a vertical plane in water. Determine the total pressure. And position of center of pressure. Determine the total pressure and position of center of pressure on the plane surface. When its upper edge is horizontal. And sub-question A coincides with the water surface. Sub-question B 2.5 meter below the free water surface. 2.5 meter below the free water surface. Question ഒന്നുകൂടെ വായിക്കാം. A rectangular plane surface is 2 meter wide and 3 meter deep. It lies in vertical plane in water. Determine the total pressure and position of center of pressure on the plane surface when its upper edge is horizontal and sub-question A coincides with the water surface. Sub-question B 2.5 meter below the free water surface. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2 മീറ്റർ വിഡ്ത്തും 3 മീറ്റർ ഡെപ്തും ഉള്ള ഒരു റെക്ടാങ്കുലർ സർഫസ്. അത് ഒരു വാട്ടറിൽ ഇമേഴ്സ് ചെയ്ത് വെച്ചേക്കാണ്. രണ്ട് കേസസ് ആണുള്ളത്. ഇമേഴ്സ് ചെയ്ത് വെക്കുമ്പോൾ അതിന്റെ അപ്പർ എഡ്ജ് കോയിൻസൈഡിങ് വിത്ത് ദി വാട്ടർ സർഫസ് ആണ് ഒന്നാമത്തെ കേസ്. അങ്ങനെയാണെങ്കിലുള്ള ടോട്ടൽ പ്രഷറും കണ്ടുപിടിക്കുക, സെന്റർ ഓഫ് പ്രഷറും കണ്ടുപിടിക്കുക. ആൻഡ് രണ്ടാമത്തെ കേസിൽ ഈ അപ്പർ എഡ്ജസ് 2.5 മീറ്റർ ബിലോ ദി ഫ്രീ വാട്ടർ സർഫസ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്രഷറും സെന്റർ ഓഫ് പ്രഷറും കണ്ടുപിടിക്കും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഡ്രോ എ ഫിഗർ. നമ്മളെ ഫസ്റ്റ് കേസിന്റെ ഫിഗറാണ് ഞാൻ വരയ്ക്കുന്നത്. ഒരു ബേസിനിൽ അതിലൊരു റെക്ടാങ്കുലർ ലാമിന ഒരു റെക്ടാങ്കുലർ സർഫസ് നമ്മൾ ഇമേഴ്സ് ചെയ്ത് വെച്ചേക്കാണ്, സബ്മർജ്ഡ് ചെയ്ത് കിടക്കുകയാണ്. അപ്പൊ അതിന്റെ ഡയമെൻഷൻ എത്ര തന്നിരിക്കുന്നത്? ഈ റെക്ടാങ്കുലർ ലാമിന ഇസ് 2 meter wide. റെക്ടാങ്കുലർ സർഫസ് ഇസ് 2 meter wide and 3 meter deep. ഓക്കെ, അങ്ങനെ അതിന്റെ ടോപ്പ് സർഫസ് എന്തുകൊണ്ട് തന്നെ ഇങ്ങനെ വരച്ചതെന്നാൽ ടോപ്പ് സർഫസ് ഓഫ് ദിസ് റെക്ടാങ്കുലർ സർഫസ് ഇസ് കോയിൻസൈഡിങ് വിത്ത് ദി ഫ്രീ സർഫസ് ഓഫ് വാട്ടർ. അല്ലെ, വാട്ടറിന്റെ ഫ്രീ സർഫസ് ഇതാണ്. ആ ഫ്രീ സർഫസും ഈ റെക്ടാങ്കുലർ സർഫസിന്റെ ടോപ്പ് എഡ്ജും കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ടോപ്പ് എഡ്ജ് വരച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഫിഗർ വരിക. നമ്മളോട് പറഞ്ഞ എന്താണ്? ടോട്ടൽ പ്രഷറും സെന്റർ ഓഫ് പ്രഷറും കാണാം. അപ്പൊ ഇവിടെ ഞാൻ സെന്റർ ഓഫ് ഗ്രാവിറ്റി മാർക്ക് ചെയ്തു. സെന്റർ ഓഫ് ഗ്രാവിറ്റി സെന്ററിലാണ് വരിക. റെക്ടാങ്കുലർ ലാമിനയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി മാർക്ക് ചെയ്തു, സെന്റർ ഓഫ് പ്രഷർ മാർക്ക് ചെയ്തു. നമുക്ക് എന്തൊക്കെ കാണണം? നമുക്ക് ടോട്ടൽ പ്രഷർ F is equal to rho g into A h bar കാണണം. ആൻഡ് നമുക്ക് എന്ത് കാണണം? സെന്റർ ഓഫ് പ്രഷറിലേക്കുള്ള ഡിസ്റ്റൻസ് ഫ്രം ഫ്രീ വാട്ടർ സർഫസ്. ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ H star. H star is the distance to the center of pressure from the free surface of water. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ പ്രൊസീഡ് ചെയ്യും ഈ പ്രോബ്ലം? നമുക്ക് ടോട്ടൽ പ്രഷറിന്റെ ഇക്വേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ടോട്ടൽ പ്രഷറിന്റെ ഇക്വേഷൻ is F is equal to നമുക്ക് അതാണ് കാണേണ്ടത്. F is equal to rho g into A h bar. ഓക്കെ, അപ്പൊ ഇതില് റോ എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ് ഇവിടെ നമ്മുടെ ഫ്ലൂയിഡ്. അപ്പൊ അതിന്റെ റോ is 1000 kilogram per meter cube. And G, as we all know, G is equal to 9.81 meter per second square.
ദെൻ ഏരിയ എന്തിന്റെ ഏരിയ ആണ് പറയുന്നത്? നമ്മുടെ ടോട്ടൽ പ്രഷർ കാണുമ്പോൾ ഏത് സർഫസ് ആണോ നമ്മൾ ഇമേഴ്സ് ചെയ്ത് വെച്ചേക്കുന്നത് ആ സർഫസിന്റെ ഏരിയ ആണ് എ. ആൻഡ് എ ഈസ് ഈക്വൽ ടു റെക്ടാങ്കുലർ ആകുമ്പോൾ ബി ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ഞാൻ എച്ച് എന്നാണ് ഇവിടെ വിളിക്കുന്നത്, ഡി എന്ന് വിളിക്കാം, നമുക്ക് എച്ച് എന്ന് വിളിക്കണ്ട, ബി ഇൻറ്റു ഡി. അപ്പോൾ വിഡ്ത്ത് ഇസ് 2 meter and depth is 3 meter, so area is 6 meter square. Okay, then നമുക്ക് എന്താ കണ്ട h bar എന്താ? h bar is the distance of center of gravity of this surface from the free surface of water. അപ്പോൾ ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഡിസ്റ്റൻസ് എന്താ ഫ്രം ഫ്രീ സർഫസ് ഓഫ് വാട്ടർ? ഒരു റെക്ടാങ്കുലർ സർഫസ് ആണെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെപ്തിന്റെ സെന്ററിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഡെപ്ത് 3 meter ആണ്. അപ്പോൾ 1.5 meter 1.5 മീറ്ററിലാണ് എന്തുണ്ടാവുക? നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവുക. h bar is here 1.5 meter. h bar is the distance of center of gravity from the free surface of water. But here it is 1.5 meter. So h bar is 1.5 meter. So F is equal to 1000 into 9.81 into area is 6 into h bar is 1.5. Answer കിട്ടുക നമുക്ക് 88290 ന്യൂട്ടൺസ്. ഫോഴ്സ് ആണ്, ന്യൂട്ടൺ ആണ് യൂണിറ്റ്. 88290 ന്യൂട്ടൺസിന് ആൻസർ കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിസ്റ്റൻസ് ഓഫ് സെന്റർ ഓഫ് പ്രഷർ ഇല്ലേ? എച്ച് സ്റ്റാർ ആണ് കണ്ടുപിടിക്കേണ്ടത്. എച്ച് സ്റ്റാറിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? എച്ച് സ്റ്റാർ ഇസ് ഈക്വൽ ടു IG പ്ലസ് എ എച്ച് ബാർ ഡിവൈഡഡ് ബൈ എ എച്ച് ബാർ. അപ്പൊ IG എന്ന് പറഞ്ഞാൽ എന്താ? മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി സെക്ഷൻ കൺസിഡർഡ് ഇല്ലേ? ഒരു റെക്ടാങ്കുലർ സെക്ഷൻ ആണിത്. ആ റെക്ടാങ്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇസ് ബി d cube by 12. Here b is 2 and d is 3, so 3 cube by 12. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് ചെയ്താൽ b d cube by 12 ചെയ്താൽ നമുക്ക് 4.5 എന്ന് കിട്ടും. യൂണിറ്റ് is meter raised to 4. അപ്പോൾ IG is 4.5 meter raised to 4. A നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 6 meter square എന്ന്. h bar നമ്മൾ കണ്ടുപിടിച്ചു 1.5 meter. സോ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ IG is 4.5 plus area is 6, h bar 1.5 divided by 6 into 1.5 ചെയ്താൽ നമുക്ക് h star കിട്ടും. ദാറ്റ് ഈസ് ആൻസർ. നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്നത് 2 meters എന്നാണ്. 2 meters. ഓക്കെ, ഇപ്പൊ h സ്റ്റാർ എന്ന് പറഞ്ഞാൽ 2 meter. ദാറ്റ് ഈസ് ഈ ഒരു റെക്ടാങ്കുലർ സർഫസ് നമ്മളൊരു വാട്ടറിലേക്ക് ഇമേഴ്സ് ചെയ്ത് വെച്ചാൽ അതിന്റെ മുകളിൽ ഉണ്ടാകുന്ന ടോട്ടൽ പ്രഷർ, ഈ ഫ്ലൂയിഡ് അതിന്റെ മേലെ അപ്ലൈ ചെയ്യുന്ന ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഈസ് 88290 ന്യൂട്ടൺ. ആൻഡ് അത് ആക്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? ഇറ്റ് ഈസ് 2 meter ഫ്രം ദി സർഫസ് ഓഫ് ദി ഫ്ലൂയിഡ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കേസ്. ഇതിനൊരു സബ് ക്വസ്റ്റ്യനും കൂടി ഉണ്ടല്ലോ. സബ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? A ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു upper edge of the rectangular surface is coinciding with the water surface. സബ് ക്വസ്റ്റ്യൻ ബി എന്താ പറയുന്നത്? upper edges 2.5 meter below the free water surface. അപ്പൊ എന്താവും? നമ്മുടെ ഫിഗർ ചേഞ്ച് ആവും. ഓക്കെ, എങ്ങനെ ചേഞ്ച് ആവുമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ പറയുന്നത് the upper edge of the rectangular surface is 2.5 meter below the ഫ്രീ വാട്ടർ സർഫസ്. ഈ റെക്ടാങ്കുലർ സർഫസിന്റെ അപ്പർ എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഫ്രീ വാട്ടർ സർഫസ് എന്ന് 2.5 meter ബിലോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പ്രഷർ എന്താ? സെന്റർ ഓഫ് പ്രഷർ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മളുടെ G ഉണ്ട്, ഇവിടെ സെന്റർ ഓഫ് പ്രഷർ P ഉണ്ട്, സെന്റർ ഓഫ് പ്രഷറിലേക്കുള്ള ഡിസ്റ്റൻസ് h സ്റ്റാർ. ഓക്കെ, ആൻഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഹൈറ്റ് h bar ആണ്. ഇതൊക്കെ ഈ h ഒക്കെ എടുക്കേണ്ടത് എവിടെ നിന്നാണ്? നമ്മൾ ഫ്രീ സർഫസ് എന്നാണ് കേട്ടോ എടുക്കേണ്ടത്. ഓക്കെ, ഫ്രീ സർഫസ് എന്നാണ് എടുക്കേണ്ടത്. ജസ്റ്റ് ഇതൊരു റെക്ടാങ്കുലർ സർഫസ് ആണ്, 3 meter ഡെപ്ത് ആണ്. അപ്പൊ h bar is equal to 3 meter ആണെന്ന് ഒരിക്കലും ഓർക്കരുത്. ജിയുടെ ഡിസ്റ്റൻസ് ഫ്രം
ഫ്ലൂയിഡ് സർഫസ് ആണ് നമ്മൾ എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ എടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണെന്ന് പറയാം. നമുക്ക് കാണുന്നത് ടോട്ടൽ പ്രഷർ ആണ്. ടോട്ടൽ പ്രഷറിന്റെ ഇക്വേഷൻ F is equal to rho g into A h bar എന്നാണ് അല്ലേ. അപ്പോൾ rho 1000 തന്നെ G 9.81 തന്നെ, അതൊന്നും ഒരു മാറ്റമില്ല. ഏരിയ 3 into 2 6 ആണ്, അതിലൊന്നും ഒരു മാറ്റമില്ല. ഇവിടെ മാറ്റം വരിക എച്ച് ബാറിനാണ്. എച്ച് ബാർ എന്താവും? എച്ച് ബാർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ഫ്രീ സർഫസ് ഓഫ് വാട്ടർ. അപ്പോൾ ഒരു റെക്ടാങ്കുലർ സർഫസ് എടുക്കുകയാണ്, ഇതിന്റെ ഡെപ്ത് 3 മീറ്റർ ആണ്. ഡെപ്ത് 3 മീറ്റർ ആണെങ്കിൽ ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും. 1.5 മീറ്റർ. ഈ ടോപ്പ് എഡ്ജിൽ നിന്ന് 1.5 മീറ്ററിലായിരിക്കും നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇല്ലേ. ഒരു റെക്ടാങ്കുലർ സർഫസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഡെപ്തിന്റെ സെന്ററിലേക്ക് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ ടോപ്പ് എഡ്ജിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ 3 മീറ്റർ ആണ്. അപ്പോൾ 3/2 1.5 മീറ്ററിലായിരിക്കും നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ പൊസിഷൻ. ആൻഡ് എച്ച് ബാർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ എച്ച് ബാർ എന്ന് പറഞ്ഞാൽ ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ പൊസിഷൻ ഫ്രം ഫ്രീ വാട്ടർ സർഫസ് എന്നാണ്. ഈ ടോപ്പ് എഡ്ജിൽ നിന്നല്ല, ഫ്രം ഫ്രീ വാട്ടർ സർഫസ് ഈ ജിയുടെ പൊസിഷൻ എന്താണ്? അപ്പോൾ നമുക്ക് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവില്ലേ? 2.5 പ്ലസ് 1.5 ആയിരിക്കും നമ്മുടെ എച്ച് ബാർ. H bar is the distance of center of gravity from the free surface of water. So 2.5 plus 1.5 is 4 meters. So H bar is equal to 4 meter in this case. മനസ്സിലായില്ലേ? ഫ്രീ സർഫസിൽ കോയിൻസൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ എക്സ്ട്രാ ഇതൊന്നും ഡെപ്ത് ഒന്നും ആഡ് ചെയ്തില്ല. അപ്പോൾ എപ്പോഴും എച്ച് ബാർ എടുക്കുമ്പോൾ നമ്മൾ ഫ്രീ സർഫസിന് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് വേണം എടുക്കാമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എച്ച് ബാർ ഇസ് ഈക്വൽ ടു 4 മീറ്റർ ആണ്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എന്ത് വരും? എഫ് ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു 9.81 ഇൻറ്റു ഏരിയ ഇസ് 6 ആൻഡ് എച്ച് ബാർ ഇസ് 4. നമുക്ക് ആൻസർ ചെയ്താൽ 2,35,440 ന്യൂട്ടൺസ് കിട്ടും. ഇതാണ് ടോട്ടൽ പ്രഷർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാണണം? എച്ച് സ്റ്റാർ കാണണം. എച്ച് സ്റ്റാർ ഈ എച്ച് ബാറിന്റെ കാര്യം മാത്രമേ ഇതിൽ മാറ്റുള്ളൂ. എച്ച് സ്റ്റാറിന്റെ ഇക്വേഷൻ IG പ്ലസ് എ എച്ച് ബാർ ഡിവൈഡ് ബൈ എ എച്ച് ബാർ. IG ഒക്കെ സെയിം ആണ്. IG BDQ/12 തന്നെയാണ് വരിക. പക്ഷെ എച്ച് ബാർ മാത്രം ഇവിടെ മാറും. IG നമുക്ക് ഓൾറെഡി കിട്ടിയതുപോലെ തന്നെ 4.5 ആണ്. ഏരിയ is 6 meter ബട്ട് എച്ച് ബാർ is 4 meter ഡിവൈഡ് ബൈ 6 into 4 ചെയ്താൽ നമുക്ക് എച്ച് സ്റ്റാർ ഇസ് ഈക്വൽ ടു 4.18 meters എന്ന് കിട്ടും. 4.18 meters. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു റെക്ടാങ്കുലർ സർഫസ് വെർട്ടിക്കലി ഒരു ഫ്ലൂയിഡിലേക്ക് ഇമേഴ്സ് ചെയ്ത് വെച്ചാൽ ഉണ്ടാവുന്ന ടോട്ടൽ പ്രഷർ ആൻഡ് സെന്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മളൊരു സർക്കുലർ സെക്ഷന്റെ പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത്. സോ നെക്സ്റ്റ് പ്രോബ്ലം ഇസ്, ഞാൻ വായിക്കാൻ എഴുതിയെടുത്തോളൂ. ഡിറ്റർമിൻ ദ ടോട്ടൽ പ്രഷർ on a circular plate. Determine the total pressure on a circular plate of diameter 1.5 meter, which is determine the total pressure on a circular plate of diameter 1.5 meter, which is placed vertically in water. Which is placed vertically in water in such a way that the center of plate is 3 meter below the free surface of water. Placed in such a way that the center of plate is 3 meter below the free surface of water. Find the position of center of pressure also. Find the position of center of pressure also. ഒന്നുകൂടെ വായിക്കാം. Determine the total pressure on a circular plate of diameter 1.5 meter, which is placed vertically in water in such a way that the center of plate is 3 meter below the free surface of water. Find the position of center of pressure also. Find the position of center of pressure also. അപ്പോൾ നമുക്ക് ഇതേപോലെ നേരത്തെ പോലെ തന്നെ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുക, ദെൻ അതിൻ്റെ ഫിഗർ വരയ്ക്കുക. നമുക്കിവിടെ ഒരു വാട്ടർ കണ്ടെയ്നിങ് ടാങ്ക് ഉണ്ട്. അതിലേക്ക് നമ്മളൊരു സർക്കുലർ പ്ലേറ്റ്
ഇമേഴ്സ് ചെയ്ത് വെച്ചേക്കാണ്. സർക്കുലർ പ്ലേറ്റ് ആണ്, ഇമേഴ്സ് ചെയ്ത് വെക്കാണ്. ഇൻ സച്ച് എ വേ ദാറ്റ് ഇതിന്റെ സെന്റർ is 3 meter below the free water surface. Center of plate is 3 meter below the water surface. And ഇതിന്റെ ഡയമീറ്റർ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 1.5 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. The diameter of this circular plate is 1.5 meter. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ടോട്ടൽ പ്രഷറും സെന്റർ ഓഫ് പ്രഷർ എച്ച് സ്റ്റാറും ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ടോട്ടൽ പ്രഷർ ആൻഡ് സെന്റർ ഓഫ് പ്രഷർ ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. എളുപ്പമാണ്. ഇവിടെ നമുക്ക് ടോട്ടൽ പ്രഷർ കാണാൻ പറഞ്ഞാൽ വെർട്ടിക്കൽ സർഫസ് ആണെങ്കിൽ എപ്പോഴും എന്താണ്, സർഫസ് വെർട്ടിക്കലി ഇമേഴ്സ്ഡ് ആണെങ്കിൽ F is equal to rho g a h bar ആണ്. ഇവിടെ വാട്ടറിൽ തന്നെയാണ് നമ്മൾ ഇറക്കി വെച്ചിരിക്കുന്നത്. സോ rho is 1000 kilogram per meter cube, g is 9.81 meter per second square, and area, സർക്കിളിന്റെ ഏരിയ എന്താ, pi by 4 d square. Pi by 4 d square, that is pi by 4 into diameter is 1.5. So pi by 4 into 1.5 square. ഏരിയ നമുക്ക് ആൻസർ ചെയ്താൽ 1.76 മീറ്റർ സ്ക്വയർ എന്നാണ് കിട്ടുക. ഓക്കെ, ദെൻ എച്ച് ബാർ. എച്ച് ബാർ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഫ്രീ വാട്ടർ സർഫസ് നമ്മൾ ഇമേഴ്സ് ചെയ്ത സർഫസിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇപ്പൊ സർക്കിളിന്റെ ഒക്കെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ സെന്റർ തന്നെയാണ്. ആ സെന്ററിൽ നിന്ന് ഫ്രീ സർഫസിലേക്കുള്ള വാട്ടർ ഫ്രീ സർഫസിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ? സെന്റർ ഓഫ് പ്ലേറ്റ് ഈസ് 3 meter ബിലോ ദി ഫ്രീ സർഫസ് ഓഫ് വാട്ടർ. ആ സെന്ററിൽ തന്നെയാണ് നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഫ്രീ സർഫസിൽ നിന്ന് ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് 3 meter ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. സോ എച്ച് ബാർ ഇസ് 3 meter. H bar is 3 meter. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. F is equal to rho is 1000 kilogram per meter cube and G is 9.81 meter per second square. Area is obtained as 1.76 and H bar is 3. അപ്പോൾ S നമുക്ക് F നമുക്ക് ചെയ്താൽ 52,002 എന്ന് കിട്ടും ന്യൂട്ടൺസ്. ഓക്കെ, ഇനി നമുക്ക് എന്താ കാണേണ്ടത്? എച്ച് സ്റ്റാർ അല്ലേ? H star diffusion എന്താ? H star is equal to IG plus A H bar divided by A H bar. ഇതിൽ A നമുക്കറിയാം, H ബാറും അറിയാം അല്ലേ? ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ട് H bar അറിയാം, IG അറിയില്ല. പക്ഷെ for a circular section IG, that is moment of inertia about center of gravity, equation നമുക്കറിയാം എന്താണ്? pi by 64 d raised to 4. That is pi by 64 into 1.5 raised to 4. ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് IG is equal to 0.24 എന്ന് കിട്ടും. 0.24 യൂണിറ്റേഴ്സ് മീറ്റർ ക്യൂബ് കിട്ടും. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എച്ച് സ്റ്റാർ ഈക്വൽ ടു എന്ത് കിട്ടും? 0.24 ഇൻറ്റു ഏരിയ ഇസ് 0.24 plus area is 1.76 into h bar is 3 divided by 1.76 into 3 ചെയ്താൽ നിങ്ങൾക്ക് 3.04 മീറ്റേഴ്സിന് എച്ച് സ്റ്റാറിന്റെ വാല്യൂ കിട്ടും. 3.04 മീറ്റേഴ്സ്. കണ്ടോ? ഈ പ്രോബ്ലം ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ ആ എച്ച് ബാർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ആൻഡ് ഓരോ സെക്ഷന്റെയും ഐ ജിയുടെ ഇക്വേഷൻ, മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് ബൈ ഹാർട്ട് ആയിരിക്കണം. ഓക്കെ, ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇനി നമുക്കൊരു ട്രയാങ്കുലർ സെക്ഷന്റെ കൂടെ ചെയ്തിട്ട് പ്രോബ്ലം സ്റ്റോപ്പ് ചെയ്യാം. സോ നോട്ട് ഔട്ട് ദി പ്രോബ്ലം. Determine the total pressure. Determine the total pressure and center of pressure. Determine the total pressure and center of pressure on an isosceles triangular plate. On an isosceles triangular plate of base 4 meter, and altitude 4 meter, when it is immersed vertically in an oil, of specific gravity 0.9, immersed vertically in an oil of specific gravity 0.9,
the base of the plate coincides with the free surface of oil. The base of the plate coincides with the free surface of oil. Okay. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ഓയിൽ കണ്ടെയ്നർ ആണുള്ളത്. അതിൽ നമ്മളൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ് ഇമേഴ്സ് ചെയ്തേക്കുന്നത്. നമുക്കത് വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വെക്കാം. ഈ ട്രയാങ്കിളിന്റെ ദിസ് പോർഷൻ ഈസ് നോൺ ആസ് വെർട്ടെക്സ് ആൻഡ് ദിസ് പോർഷൻ ഈസ് നോൺ ആസ് ബേസ് അല്ലേ. നമ്മളോട് എങ്ങനെ വെക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ബേസ് ഓഫ് ദ ട്രയാങ്കിൾ ഈസ് കോയിൻസൈഡിങ് വിത്ത് ദി ഫ്രീ സർഫസ് ഓഫ് ഓയിൽ അല്ലേ. അപ്പൊ ഇതാണ് ഓയിലിന്റെ ഫ്രീ സർഫസ് എങ്കിൽ ഫ്രീ സർഫസ് ആയിട്ട് ഈ ട്രയാങ്കിളിന്റെ ബേസ് കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ബേസ് ഓഫ് ദ ട്രയാങ്കിൾ ഈസ് കോയിൻസൈഡിങ് വിത്ത് ദി ഫ്രീ സർഫസ് ഓഫ് ഓയിൽ. ഇങ്ങനെയാണുള്ളത്. ഇതിന്റെ ബേസിന്റെ ഡയമെൻഷൻ നമുക്ക് തന്നിട്ടുണ്ട് 4 മീറ്റർ. അതേപോലെ എന്ത് തന്നിട്ടുണ്ട്? ഓൾട്ടിറ്റ്യൂഡ്. ഒരു ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാ ഈ വെർട്ടെക്സ് എന്ന് വരയ്ക്കുന്ന ലൈനാണ് ഓൾട്ടിറ്റ്യൂഡ്. ആൻഡ് അത് എത്രയാണ് തന്നിട്ടുണ്ട്? അതും 4 മീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു കേസിൽ ഇത് ഇമേഴ്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് 0.9. ഇങ്ങനെയുള്ള ഒരു കേസിൽ നമ്മളോട് പറയുന്നത് ടോട്ടൽ പ്രഷർ ആൻഡ് സെന്റർ ഓഫ് പ്രഷർ കാണാനാണ്. അപ്പോൾ ഇക്വേഷൻ എപ്പോഴും സെയിം ആണ്. ഒരു വെർട്ടിക്കലി ഇമേഴ്സ് ചെയ്തേക്കുന്ന ഒരു സർഫസിന്റെ മേലെ ഫ്ലൂയിഡ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് F is equal to rho G into A H bar, where rho is the density of fluid in which we are immersing the surface. അപ്പോൾ ഇവിടെ ഓയിലാണ് നമ്മൾ നമ്മുടെ സർഫസ് ഇമേഴ്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഓയിലിന്റെ ഡെൻസിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഓയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്കറിയാം അല്ലേ, 0.9 ആണ് തന്നിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 ആണെങ്കിൽ ആ ഓയിലിന്റെ ഡെൻസിറ്റി കിട്ടണമെങ്കിൽ അതിന് നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. റോ ഈസ് ഈക്വൽ ടു 900 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. G as we all know it is 9.81 meter per second square. And area എന്താണ്? ട്രയാങ്കിളിന്റെ ഏരിയ half B into H, where B is the base width and H is the altitude. That is half into 4 into 4, that is 8 meter square. അപ്പോൾ ഏരിയ കിട്ടി, റോ കിട്ടി. ഇനി H bar അല്ലേ കിട്ടേണ്ടത്? H bar നമുക്ക് എങ്ങനെ കിട്ടും? ഒരു ട്രയാങ്കിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഫ്രം ബേസ് എന്താ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ആൾട്ടിറ്റ്യൂഡ് H ആണെങ്കിൽ ഒരു ട്രയാങ്കിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഫ്രം ഇറ്റ്സ് ബേസ് h/3 എന്ന് പഠിച്ചിട്ടില്ലേ നിങ്ങൾ? അപ്പോൾ ഇവിടെ ആൾട്ടിറ്റ്യൂഡ് 4 മീറ്റർ ആണ്. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ ബേസ് നിന്ന് ജിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4/3 ആയിരിക്കും. ട്രയാങ്കിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഫ്രം ഇറ്റ്സ് ബേസസ് ഓൾട്ടിറ്റ്യൂഡ് ബൈ 3 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് 4 ആണ്. അപ്പോൾ 4/3 എത്രയാണ്? 1.33 മീറ്റേഴ്സ് ആണ്. അപ്പോൾ എല്ലാ ക്വാണ്ടിറ്റിയും കിട്ടിയില്ലേ? നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. ടോട്ടൽ പ്രഷർ കാണാൻ F is equal to rho is 900 into G is 9.81 into area is 8 into H bar is 1.33. ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുക F is equal to 9597 ന്യൂട്ടൺസ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ടോട്ടൽ പ്രഷർ ആയി. ഇനി നമുക്ക് എന്താണ്? H സ്റ്റാർ ആണ് കണ്ടുപിടിക്കുന്നത്. H സ്റ്റാർ is equal to ഇക്വേഷൻ എന്താ? IG plus AH bar divided by AH bar. ഇവിടെ ഏരിയ 8 ആണെന്ന് നമുക്കറിയാം. H bar 1.33 meter we have already found out. And നമുക്ക് കണ്ടുപിടിക്കേണ്ടത് IG ആണ്. IG is the moment of inertia of triangular section about its centroid. ഇക്വേഷൻ അറിയാലോ എന്താണ്? BDQ by or B, ഇവിടെ നമുക്ക് H എന്ന് എഴുതാം. ട്രയാങ്കിൾ ആകുമ്പോൾ ഓൾട്ടിറ്റ്യൂഡ് ആണ് പറയാം. BHQ by 36. ട്രയാങ്കുലർ സെക്ഷന്റെ moment of inertia about center of gravity is B into H cube by 36, where B is the base width and H is the altitude. That is 4 into 4 cube divided by 36. എത്രയാണ് IG വരുന്നത്? IG is 7.11 meter raised to 4. 7.11 meter raised to 4 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ H star is equal to IG is 7.11
plus area is 8 meter square into h bar is 1.33 divided by 8 into 1.33 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും 1.99 നമുക്ക് ആൻസർ കിട്ടും 1.99 മീറ്റേഴ്സ്. ഇങ്ങനെയാണ് നമ്മൾ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഒരു ഫ്ലൂയിഡിലേക്ക് വെർട്ടിക്കലി ഇമേഴ്സ് ചെയ്ത് വെച്ചാൽ ടോട്ടൽ പ്രഷർ കാണുന്നതും സെൻറ്റർ ഓഫ് പ്രഷർ കാണുന്നതും. അപ്പോൾ നമ്മളിപ്പോൾ റെക്ടാങ്കുലർ സെക്ഷൻ ചെയ്തു, സർക്കുലർ സെക്ഷൻ ചെയ്തു ആൻഡ് ട്രയാങ്കുലർ സെക്ഷൻ ചെയ്തു. അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ കഴിഞ്ഞു. പക്ഷേ ഇന്ന് നമുക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ ഒരു ഫ്ലൂയിഡിലേക്ക് വെർട്ടിക്കലി നമ്മൾ സർഫസ് ഇമേഴ്സ് ചെയ്യാണ്. പക്ഷെ ഇതിൻ്റെ പകുതി ഭാഗം ഒരു പർട്ടിക്കുലർ ഫ്ലൂയിഡും അതിൻ്റെ ബാക്കി ഭാഗം വേറൊരു പർട്ടിക്കുലർ ഫ്ലൂയിഡും ആണെങ്കിൽ ഉണ്ടാകുന്ന പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ കൂടെ പ്രോബ്ലം ചെയ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിക്കണം. നമുക്കത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.